പിന്നെ ഇവർക്കൊക്കെ മുന്നേ ആ ഒരു സ്ഥലത്ത് എത്തിയത് ഞാനാണ്. 3.5 കൊല്ലമായിട്ട് അവിടെ നിന്ന് ഇറങ്ങാണ്ട് അവരെയൊക്കെ വിട്ട് പിരിയാണ്ട് നടക്കുന്നത് ഞാനാണ്. പിന്നെ ഇവള് പറയുന്നത് കേട്ട് വിശ്വസിക്കാനാണെങ്കിൽ എനിക്ക് ചലഞ്ച് ചെയ്യാം. ആ ഭാഗം തൊട്ട് നിങ്ങൾ ഞാൻ വരുന്ന സ്ഥാപനത്തിൻ്റെ അവിടെ തൊട്ട് നിങ്ങൾ കണ്ണൂർ സ്റ്റാൻഡ് വരെയും ആ ചുറ്റുവട്ടത്ത് മൊത്തം എന്നെ നിരീക്ഷിക്കാം. ക്യാമറയിൽ ഏത് CCTV നിരീക്ഷിക്കാം. ഞാൻ ആരോടെങ്കിലും പോകുന്നുണ്ടോ, മിണ്ടുന്നുണ്ടോ, പിടിക്കുന്നുണ്ടോ എന്നൊക്കെ. ഞാൻ ആകെപ്പാടെ ഫ്രൂട്ട്സ് വാങ്ങാൻ കടയിൽ പോവും, അല്ലെങ്കിൽ ബേക്കറി പോയി ചായ കുടിക്കും, കോഫി കുടിക്കും. എൻ്റെ ഒരാളും എന്നെ അവിടെ കാണാൻ വരുന്നില്ല. ഒരാളോട് ഞാൻ കമ്പനി അടിക്കാൻ നിൽക്കുന്നില്ല. ഞാൻ എൻ്റെ വണ്ടിയിൽ പോവും, ഞാൻ തിരിച്ചു വരും. എനിക്ക് പിന്നെ ഈ സ്കിൻ അലർജി വന്നപ്പോഴാണ്, വെയിൽ കൊള്ളരുത് വന്നപ്പോഴാണ് ഞാൻ ബസ്സിൽ വരുന്നത്. വേണമെങ്കിൽ എനിക്ക് അവിടെയുള്ള ആരെ വേണമെങ്കിൽ ലൈൻ അടിക്കാം, ആരും ചോദ്യം ചെയ്യാൻ വരുന്നില്ല. അതിനൊന്നും ഞാൻ കുറ്റേ പറയുന്നില്ല, അതൊന്നും തെറ്റൊന്നുമൊന്നുമല്ല. മനസ്സിലായ? ഇവിടെ പറയുന്ന കേട്ടിട്ട് ഞാൻ പറയുന്നതാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. പിന്നെ ഈ ബാറിനൊക്കെ എങ്ങനെ കിട്ടുമെന്ന് പോലും എനിക്കറിയില്ല. അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഇല്ലെങ്കിൽ നമുക്ക് ഒരാൾ വേണം നമുക്കിതൊക്കെ വാങ്ങിത്തരാനൊക്കെ. ഞാനിങ്ങനത്തേക്ക് ബ്ലഡറൊക്കെ അടിക്കലുണ്ട് കേട്ടോ. എന്ന് വെച്ച് നമ്മളെ ഒരു ഗ്രൂപ്പല്ല, നമ്മുടെ വേറൊരു ഇതിൽ അവർ ചെക്കന്മാർ റിങ് നമ്മൾ വെള്ളം അടിയപ്പോൾ ഞാൻ പറയണ്ട പ്ലീസ് എടാ കുറച്ചെങ്കിലും ഇങ്ങനെ കൊണ്ടുത്താന്ന് അറിയേ. അപ്പോൾ ചീത്ത പറയും. അവളെ കൊടുക്കത്ത ആഗ്രഹം അത് പൊടി കിടന്നെന്ന് പറയും. 2 ദിവസം മുന്നേ ഞാൻ ഒരാളോട് പറഞ്ഞുള്ളൂ, ഞാൻ പറഞ്ഞു പ്ലീസ് ബിയർ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇവിടെ വൈന് ഉണ്ടാക്കി വയ്ക്കും കേട്ടോ. അയ്യോ ഞാൻ മീൻ കൊടുക്കാം പക്ഷേ വെറുപ്പ്. അവസാനം ഞാൻ തല്ലിക്ക് എടുത്ത് ദൂരക്കള. ഇപ്പോഴും അതെ, ഞാൻ പഴത്തിൻ്റെ വൈന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്കുണ്ടല്ലോ അത് ഒരു നുള്ളു സ്പൂണെടുത്ത് ഞാൻ എനിക്കല്ല എൻ്റെ ഫ്രണ്ടിന് കൊടുത്തേ. പിന്നെ ജസ്റ്റ് ഒരു സ്പൂൺ കൊടുത്തപ്പോൾ കുടിച്ചിട്ടുണ്ടല്ലോ. അവൾ പറയില്ല എൻ്റെ ദൈവമേ എൻ്റെ ചങ്കെല്ലാം കത്തിപ്പോയി എന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ട്രൈ ചെയ്യാനും പേടി, ഇനി വല്ല വിഷമാണോ, ചത്തുപോവോ എന്നൊക്കെയുള്ള പേടിയുണ്ട്. ഇഷ്ടംപോലെ വലുതിലൊന്നുമല്ല, ചെറിയൊരു ബോട്ടിൽ ഇങ്ങനത്തേലൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു 1/4 കിലോ ഒക്കെ മറ്റേ മുന്തിരി ഒക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടാക്കും. എനിക്കൊന്നുമില്ല, കടയിൽ നിന്ന് വാങ്ങുന്ന വൈന് ഭയങ്കര സ്വീറ്റല്ലേ, ജ്യൂസ് മാതിരിയാണ് കിട്ടുന്നത്. അത് വൈന് തന്നെയാണോ എനിക്കറിയില്ല. എനിക്കൊന്ന് വൈൻ കിട്ടുന്നതൊക്കെ മറ്റേ ബാറിലും ബ്രാൻഡി ഷോപ്പിലൊക്കെ ആയിരിക്കണം. പിന്നെ എനിക്കങ്ങനെ എല്ലാം ട്രൈ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ. പിന്നെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളത് പറയാൻ എന്തായാലും ഞാൻ എല്ലാം പറയുന്ന കൂട്ടത്തിലല്ലേ. ഈ ഹിന്ദിക്കാരുടെ ഈ ചില സൈഡിലൊക്കെ ഇരുന്നിട്ട് എന്തോ ഒരു മുറുക്കാനില്ലേ, കണ്ടിട്ടുണ്ടോ? അത് നമ്മുടെ നാട്ടിലത് അവരെ കഴിക്കുന്നുള്ളൂ. പക്ഷേങ്കിൽ നമ്മൾ ഗുജറാത്തിലും ബോംബെയിലൊക്കെ ഒരു ഫംഗ്ഷൻ വന്നാൽ ഈ ഒരു സാധനം അവിടെ ഉണ്ട്. നമ്മൾ അവസാനം ഇത് എല്ലാവരും ചവയ്ക്കും, പെണ്ണുങ്ങളെല്ലാം. പക്ഷെ ഞാൻ ചവച്ചിട്ടില്ല കേട്ടോ, എനിക്കറിയില്ലായിരുന്നു. ഞാൻ മറ്റേ ഈ കോൽക്കളിയൊക്കെ ചെറുതിലേ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ കോൽക്കളിയൊക്കെ ഇല്ലേ, അതൊക്കെ എനിക്ക് എൻ്റെ ഓർമ്മയിലുണ്ട്. ഇതൊന്നും എനിക്കറിയില്ല. എൻ്റെ അമ്മ മറ്റേ ദൈവത്തിൻ്റെ ഈശ്വരൻ്റെ അടുത്തിരിക്കുന്ന കൂടത്തില്ല. ജീസസ് എവിടെയാണോ ജീസസിൻ്റെ തൊട്ട് താഴെയാണ് എൻ്റെ അമ്മേന്. പിന്നെ അങ്ങനെ ആ ഒരു ക്യാരക്ടറിലോണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കാണിച്ചു തരില്ല നമുക്ക്. എൻ്റെ ഫാദർ അങ്ങനെയല്ല, പണ്ടൊക്കെ നല്ല വെള്ളം അടിക്കുമായിരുന്നു. എന്നിട്ട് എൻ്റെ ഫാദർ ഉണ്ടല്ലോ ഇത് ഏതാ പറയണ്ടേ ഇപ്പം. അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമായി, ഹിന്ദിക്കാരിങ്ങനെ കാണിക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യണമെന്ന്. പക്ഷെ നോക്കുമ്പോൾ ഉണ്ടല്ലോ നിറച്ച് ഹിന്ദിക്കാരവിടെ തങ്ങിക്കിടക്കും. പിന്നെ ഞാനങ്ങനെ ചോദിക്കും എന്താന്ന്. എപ്പോഴും ഇവരെ കാണുമ്പോൾ ഞാൻ 2 മിനിറ്റ് വണ്ടി അവിടെ സ്റ്റക്കാക്കേ. ഹിന്ദിക്കാരും ഇവിടെയുള്ളവരും എല്ലാം അതിനകത്താണ് നിറഞ്ഞ് അവിടെ വന്ന് കിടക്കും. ഞാനപ്പോൾ ഈ സാധനം ഞാനെങ്ങനെ നോക്കും ട്രൈ ചെയ്യും. എന്തോ മധുരം എന്തോ ആണ്, സ്വീറ്റ് എന്തോ ആണ് ആ വെറ്റിലയ്ക്കകത്ത്. സാധാ വെറ്റിലയല്ല പോലും, ഇത് വേറെ എന്തൊരു വെറ്റിലയാണ്, നമ്മുടെ സാധാ വെറ്റിലയല്ല. ചെറുതിലെന്ന് പറയുമ്പോൾ എനിക്കത് 2-ലോ 3-ലോ ആണെന്ന് തോന്നുന്നുണ്ട്. ഫാദറിൻ്റെ അമ്മ ഇങ്ങനെ മുറുക്കാൻ ചവയ്ക്കും. ഫാദറിൻ്റെ മണ്ണൊക്കെ എന്തോ ഇടികല്ലിൽ വെച്ച് ഇങ്ങനെ ഇടിച്ച് അച്ചമ്മ ഇങ്ങനെ കഴിക്കുമ്പോൾ ചോദിച്ച് വേണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ തന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്നെ മൊത്തം കിളിയും പോയി. മറ്റേ ഇതുണ്ട്, എന്താണെന്നറിയോ, ചുണ്ണാമ്പ്, വെറ്റില, പിന്നെ അടയ്ക്ക,
ഇത് പോരാഞ്ഞിട്ട് വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഞാൻ വലുതായ ശേഷം ആ സാധനം കണ്ടിട്ടില്ല. പുകയിലയോ അങ്ങനത്തെ എന്തൊരു നീളത്തിലുള്ളൊരു സാധനം, അത് മുറിച്ചിട്ടെന്നാണ് ഇട്ടിട്ട് ഇങ്ങനെ ഇതാക്കുന്നത്. അപ്പം അതാന്ന് തോന്നുന്നുണ്ട്, അതാണ് എനിക്ക് തലയ്ക്ക് പിടിച്ചതെന്നാണ് പറയണേ. അതിങ്ങനെ തലയ്ക്ക് പിടിച്ചിട്ടുണ്ട്, തല കറങ്ങി ഒരൊറ്റ കിടക്കില്ല. എന്നിട്ട് എൻ്റെ അമ്മ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇപ്പോഴും. ഫാദർ വന്നപ്പോൾ നല്ല കൊടുത്ത്, അച്ഛമ്മയ്ക്ക് ചീത്ത പറഞ്ഞ് നല്ല കൊടുത്തു. എന്തിനാ അവൾക്ക് അങ്ങനെയൊക്കെ കൊടുത്തതെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ കുഞ്ഞല്ലേ. പിന്നീട് അത് ട്രൈ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ആലോചിച്ചിട്ടുണ്ട് ഇതിനൊക്കെ ഞാൻ എവിടെ പോവും, വെറ്റിലയും ചുണ്ണാമ്പിനും ഇതിനൊക്കെ. പിന്നെ 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 എന്താ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താ, യൂട്യൂബിലല്ലേ ഇൻസ്റ്റയിൽ കാണലില്ലേ, ടക്ക മുക്കിയ. അത് ഞാൻ ആരോടോ ചോദിച്ചിട്ടാ ഈ സാധനം എങ്ങനെ കിട്ടുമെന്ന്. ആ സാധനം എന്താണെന്ന് അറിയാൻ. എല്ലാവരും പറയുന്നത് സൂപ്പറാണ്. അപ്പോൾ അവർ പറഞ്ഞു ഒന്നിനും കൂടുതൽ ചുമ്മാ ബെടായി പറയുന്നതെന്ന് പറഞ്ഞിട്ടാണ്. ആരെങ്കിലും ഇതൊക്കെ പറഞ്ഞല്ലേ. എന്നാ മഷ്റൂം പറഞ്ഞപ്പോൾ എൻ്റെ ഈശ്വര, എനിക്ക് ലെനേൻ്റെ നമുക്ക് ഇൻഫ്ലുവൻസ് ആവും, മനസ്സിലായോ? ലെന അത് പറയുന്നത് കേട്ടിട്ട് എനിക്ക് ദൈവമേ എനിക്കത് കിട്ടിയാൽ കൊള്ളാം എന്ന് മനസ്സിൽ ഭയങ്കര ആഗ്രഹമായിപ്പോയി. അവൾ എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ് കണ്ണു പറഞ്ഞിരുന്നത്. ഞാൻ മനസ്സിലായിരിച്ചു ഇതെങ്ങാനും കഴിച്ചിട്ട് ഞാൻ ചെന്ന് കിടന്ന് 1 മാസം കഴിയുമ്പോൾ എന്നെ മറ്റേ ഡെഡ് ബോഡി ആയിരിക്കും തേച്ചിട്ട്. അവളെങ്ങനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. എൻ്റെ നമുക്കത് കേൾക്കുമ്പോഴേ ചിലപ്പോൾ നമുക്കെല്ലാം മറക്കാൻ സാധിക്കുമായിരിക്കും. നമുക്ക് പഴയതെല്ലാം മറക്കാൻ എല്ലാം സാധിക്കുമായിരിക്കും. പുതിയൊരു വ്യക്തിയായിട്ട് വരുമായിരിക്കാം എന്നൊക്കെ മനസ്സിലാച്ചു. ഓൾമോസ്റ്റ് ഞാൻ അങ്ങനെയാണ്, ഇങ്ങനെ ഒരു ഭാഗം ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പഴയതെല്ലാം. നമുക്ക് നമ്മുടെ പിന്നെ മനസ്സിലുള്ളത് ഡിലീറ്റാക്കി കളയാൻ പറ്റും, നമ്മുടെ ബ്രെയിനിലുള്ളത്. അതിനെക്കുറിച്ച് അറിയാം, അത് പറയാൻ പറ്റുമോയെന്നറിയില്ല. നമുക്ക് ഡിലീറ്റാക്കി കളയാൻ പറ്റും. പിന്നെന്താ അത് ഹോസ്പിറ്റലിൽ ഡോക്ടർമാർക്കേ അറിയുള്ളൂ. ഈ പഴയ ആൾക്കാരോട് എന്തെങ്കിലും അസുഖത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഒരു തേങ്ങ അറിയേയില്ല. പിന്നെ നമ്മളെല്ലാം ജീവിച്ചില്ലേ, നമ്മളെല്ലാം വളർന്നില്ലേ, ഇങ്ങനത്തെ വർത്താനമൊക്കെ പറയുന്നത് ഇങ്ങനെയുണ്ടല്ലോ, കൈയൊക്കെ ഇങ്ങനെ തരിക്കും. പിന്നെ കുറച്ചെങ്ങാനുമാണ് പഠിക്കണേ, ഉള്ളത് മൊത്തവും പഠിക്കുകയല്ലേ. കുറച്ചെങ്ങാനുമാണ് പഠിക്കുന്നതിന് ഒരു ലിമിറ്റില്ലേ. എന്തെല്ലാം കോഴ്സുകളാണ് ചാടി ഓടി കിടന്ന് ചെയ്യുന്നത്, എന്തെല്ലാം കോഴ്സുകളാണ് ചെയ്യുന്നത്. അടങ്ങിയിരുന്നൂടെ? ഞാൻ എങ്ങനെയൊക്കെ എൻ്റെ ബ്രെയിനെ ഞാൻ പിടിച്ച് വലിച്ച് ഞാനിങ്ങനെ കൊണ്ടുവരികയാണ്. എൻ്റെ ബ്രെയിനിൽ മൊത്തം ഇങ്ങനെ അത് ഞാൻ നിറയ്ക്കുകയാണ്, മനസ്സിലായോ? ഇവരുടെ വിചാരം ഞാനിതെല്ലാം പഠിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ തലചുറ്റി വീഴുന്നതെന്നാണ്. എന്ത് കഷ്ടമെന്നാണ്.